ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു ചായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബ്ലൗസിൻ്റെ സൈസ് ചാർട്ടാണ്. അതായത് ബ്ലൗസ് ഓരോ അളവുകളുമാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ എല്ലാം പറഞ്ഞു തരാം. അതിൻ്റെ കൂടെ സൈസ് ചാർട്ടും കൂടെ നമുക്ക് എഴുതി പോകാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോളമൊക്കെ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ വരക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പിന്നെ ആകുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ. നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ കോളത്തിൽ നമ്മൾ ചെസ്റ്റ് അളവാണ് എഴുതി കൊടുക്കുന്നത്. ഓരോ സൈസ് ഉണ്ടല്ലോ നമ്മുടെ, ഇപ്പോൾ 28, 30 അങ്ങനെ നമ്മൾ ഓരോ സൈസ് അനുസരിച്ചിട്ടല്ലേ പറയുക. അതാണ് ഫസ്റ്റ് കോളം. പിന്നെ ഷോൾഡർ, പിന്നെ ആം ഹോള്, അത് കഴിഞ്ഞിട്ട് നെക്കിൻ്റെ ലെങ്ത്, നെക്കിൻ്റെ വിഡ്ത്ത്. ആദ്യം വിഡ്ത്ത് എഴുതാം, പിന്നെ ലെങ്ത് എഴുതാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എഴുതി കൊടുക്കുന്നുണ്ട്, പിന്നെ ലെങ്തും. ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സൈസ് ചാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ സൈസിലും വരുമ്പോഴത്തേക്കും മാറുന്നത്, ഓരോ അളവിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പറഞ്ഞു തരാം കേട്ടോ. ചെസ്റ്റ് അളവ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 28 മുതലാണ്. 28, 30, 32 അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് 50 വരെയാണ് എഴുതുന്നത്. അപ്പോൾ 28നും 50നും ഇടയ്ക്ക് മതിയായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനുള്ളിൽ നമ്മുടെ സൈസ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് 28 മുതൽ തുടങ്ങിയിട്ട് 50 വരെ എഴുതിയിട്ടുള്ളത്. ചെസ്റ്റ് അളവ് ഞാൻ ആദ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമുക്ക് ഷോൾഡർ കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ ആം ഹോൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഷോൾഡർ എഴുതി കൊടുക്കാം. ഷോൾഡർ പിന്നെ നെക്കിൻ്റെ വിഡ്ത്തൊക്കെ തമ്മിൽ കണക്ഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ 5.5, ചെസ്റ്റ് 28 ആകുമ്പോൾ 5.5, 30 ആകുമ്പോൾ 5.5, 32 ആകുമ്പോൾ 5.5. അപ്പോൾ ഇത് മൂന്നിനും സെയിം വാല്യൂ തന്നെ. 34 ആയപ്പോഴാണ് അത് ചേഞ്ച് ആയത്, 1/2 ഇഞ്ച് കൂടി. 36ലും സെയിം തന്നെ. 38 ആയപ്പോൾ 1/2 ഇഞ്ച് വീണ്ടും കൂടിയിട്ടുണ്ട്. 40ൽ സെയിം തന്നെയാണ്, 6.5. 42 ആകുമ്പോൾ 6.75, ഒരു 1/4 ഇഞ്ചും കൂടെ കൂടിയിട്ടുണ്ട് കണ്ടോ. ഇനി 44 ആകുമ്പോൾ 6.75 തന്നെ. 46 ആകുമ്പോൾ 1/4 ഇഞ്ച് കൂടിയിട്ട് 7 ആയിട്ടുണ്ട്. 48ലും 7 തന്നെ. 50 ആയപ്പോൾ 7.25, ഒരു 1/4 ഇഞ്ചും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റെഡിമെയ്ഡൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കടയിൽ പോയിട്ടൊരു സൈസ് എടുക്കുകയാണ്, ഇപ്പോൾ സ്മോൾ എടുക്കുകയാണ് അല്ലെങ്കിൽ മീഡിയം എടുക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു 32 ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ എത്ര എടുത്ത് തയ്ക്കണം നമ്മൾ? 5.5 എടുത്ത് തയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങൾ റെഡിമെയ്ഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും അവൾക്ക് ഓൾട്ടർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അളവ് അറിയില്ലെങ്കിൽ നമ്മുടെ ഓർഡറുകളൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇപ്പോൾ ഈ ഇതുപോലൊരു സൈസ് ചാർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ ആം ഹോളും കൂടെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ കൂടെ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള, ഇപ്പോൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സൈസ് ചാർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമറിന് സൈസ് ചാർട്ട് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർ അവരുടെ സൈസ് നോക്കിയിട്ട് പറയും ഇപ്പോൾ ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത്. നിങ്ങൾ തയ്ച്ചിട്ടുള്ള ആ ഒരു സൈസ് ചാർട്ടാണല്ലോ. അപ്പോൾ അതിനകത്തുള്ള അളവുകൾ അവർ നോക്കിയിട്ട് അവരുടെ എങ്ങനെയാണോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുക്കാം. ഇപ്പോൾ മീഡിയം, ലാർജ് അങ്ങനെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്യില്ലേ. നമ്മൾ ഈ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ സൈസ് ചാർട്ട് നോക്കിയിട്ടല്ലേ എടുക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ കസ്റ്റമർ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ സൈസ് ചാർട്ട് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അവർ നോക്കിയിട്ട് അവരുടെ സൈസ് ഇതിലേതാണെന്ന് നോക്കിയിട്ട് അവർ കറക്റ്റായിട്ട് പറയും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ. നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്നത് അതുപോലെ തന്നെയല്ലേ. നമ്മളുടെ ഒരു സൈസ് ഏകദേശം വെച്ചെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്താണ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ ഉണ്ടല്ലോ, ഷോൾഡർ കൂടിയും കുറഞ്ഞൊക്കെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ലെങ്ത് കൂടുന്ന സമയത്തില്ലേ നെക്കിൻ്റെ വിഡ്ത്ത് കുറയ്ക്കണം, അതുപോലെ തന്നെ ഷോൾഡറും കുറയ്ക്കണം. മനസ്സിലായില്ലേ. നെക്കിൻ്റെ ലെങ്ത് ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞേക്കുന്ന അളവിനേക്കാളും കൂടുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ ആദ്യം 28 ചെസ്റ്റിൽ നെക്കിൻ്റെ ലെങ്ത് ഞാൻ എത്രയാണ് പറഞ്ഞത്? 4 പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് 4 പോരാ. അപ്പോൾ അതിലും കുറച്ചും കൂടെയൊക്കെ വേണം. അപ്പോൾ 5 6 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറും കുറയ്ക്കണം. ആം ഹോളിന് മാറ്റം വരുത്തൊന്നുമില്ല, നെക്കിൻ്റെ വിഡ്ത്തും ഷോൾഡറും. അപ്പോൾ അത് കുറയ്ക്കണം. ഈ ഒരു കറക്റ്റ് വാല്യൂ തന്നെ എടുത്തിട്ട് നിങ്ങൾ കുറച്ചും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ
മലന്ന് പോകും, ഷോൾഡർ ഇടിവ് വരും. അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സിറ്റുവേഷനിലാണ്. നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആവാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ഷോൾഡറും നെക്കിൻ്റെ വിഡ്ത്തും ഒക്കെ അതിനനുസരിച്ചിട്ട് കുറയ്ക്കണം. ഈ ഒരു കാര്യം ഒരുപാട് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളതൊരു വീഡിയോ ആയിട്ടും പിന്നെ സൈസ് ചാർട്ടും കൂടെ ഇട്ടത്. അപ്പോൾ ഉപകാരപ്പെടുന്നവർക്ക് പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സൈസ് ചാർട്ടും കൂടെ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഇനി ബാലൻസ് അളവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചാർട്ട് പോലെ തന്നെ ഇട്ട് തരാം. നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്തോ അല്ലെങ്കിൽ കമൻസ് ആയിട്ടോ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സൈസ് ചാർട്ട് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.